ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീതയും കൈലാഷും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ കൈലാഷ് സീതയോട് പറയാണ്, അമ്മ എന്ത് തന്നെ പറഞ്ഞാലും ശരി, ഞാൻ പാർവതിയെ തന്നെ വിവാഹം കഴിക്കൂ എന്ന് പറയുമ്പോൾ അതിന് നിനക്ക് ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാതായിപ്പോയോ? അവൾ വെറും ഒരു വേലക്കാരിയാണ്, ഇതൊന്നും മനസ്സിലാക്കാതെ നീ എന്താ കൈലാഷ് ഈ പറയുന്നത്? അപ്പോൾ കൈലാഷ് പറയണേ, അമ്മയുടെ അഭിമാനമാണ് അമ്മയ്ക്ക് ഏറ്റവും വലുത്. അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഒരു തീരുമാനത്തിലെടുക്കുകയാണെങ്കിൽ ഞാനും ഒരു തീരുമാനമെടുക്കും. ഞാൻ ഈ വീട്ടിൽ നിന്നങ്ങ് പോവും. അതോടുകൂടി അമ്മയുടെ അഭിമാനവും കെട്ടിപ്പിടിച്ച് അമ്മ ഇവിടെ ഇരുന്നു. പക്ഷേ പാർവതിയെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല, പാർവതിയെ ഞാൻ മറക്കില്ല എന്നും പറഞ്ഞ് കൈലാഷ് ഒറ്റ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് റൂമിലേക്ക് പോവാട്ടോ. അത് കേട്ടതോടുകൂടി കൈലാഷ് ഇവിടെ നിന്നും പോവും. അമ്മ എന്ത് പറഞ്ഞാലും ശരി, പാർവതിയെ തന്നെ വിവാഹം കഴിക്കൂ എന്ന് കൈലാഷ് പറഞ്ഞതോടുകൂടി സീതയ്ക്ക് നല്ല ദേഷ്യം പിടിക്കാണ്. അങ്ങനെ സീത എങ്ങനെയെങ്കിലും ഇവരെ തമ്മിൽ അകറ്റണം, പാർവതിയെ ഈ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു വിടണം എന്ന് തീരുമാനിക്കുകയാണ്. പിന്നീട് പാർവതി എൻ്റെ വീട്ടിലെത്തിയ ശേഷം മോഹനെ വിളിക്കുകയാണ്. എന്നിട്ട് മോഹൻ ചേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അല്ല, പാർവതി വിളിക്കുന്നത് പ്രിയനാണ്, ഗന്ധർവൻ എന്ന് മനസ്സിലാക്കിയിട്ടാവണേ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ ഫോൺ എടുക്കുന്നത്. എന്താ പാറു, പ്രിയൻ ഇവിടെ നിന്നും പോയില്ലല്ലോ, പ്രിയനെ നീ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നില്ലേ എന്നൊക്കെ ആകാംക്ഷയോട് കൂടി ചോദിക്കുമ്പോൾ പാർവതി പറയണേ, മോഹൻ ചേട്ടൻ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയേനെ. അപ്പോൾ ഞാൻ എൻ്റെ ഏട്ടനല്ലേ, ഏട്ടനൊക്കെ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ വെറുതെ വിടുന്നത്. പ്രിയൻ ചേട്ടനാണ് ഗന്ധർവൻ എന്നുള്ളത് മോഹൻ ചേട്ടന് അറിഞ്ഞിട്ടും എന്നോട് പറയാതിരുന്നില്ലേ? ഓ, അതിനാണോ പാറു നീ എന്നോട് ദേഷ്യപ്പെട്ടത്? എങ്കിൽ നീ എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടോ, എനിക്കൊരു കുഴപ്പവുമില്ല. അപ്പോൾ പാറു പറയണേ, ഞാൻ ഗന്ധർവനെ കണ്ടുപിടിക്കാൻ എന്തുമാത്രം അധികം കഷ്ടപ്പെട്ടി, അതൊക്കെ കണ്ടുകൊണ്ടും എന്നോട് മോഹൻ ചേട്ടൻ പറയാതിരുന്നില്ലേ? മോഹൻ ചേട്ടന് ഏറ്റവും വലുത് കൂട്ടുകാരനല്ലേ, ഈ പാവം അനിയത്തിയല്ലല്ലോ മോഹൻ ചേട്ടൻ അപ്പോൾ നോക്കിയത്. പാറു, ഞാൻ ഒരുപാട് തവണ നിന്നോട് സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒരുങ്ങിയതാണ്, പക്ഷേ എന്നെ കൊണ്ട് അവൻ സത്യം ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് പാറു നിന്നോട് ഞാൻ പറയാതിരുന്നത്. ആയാലും നിങ്ങൾ രണ്ടുപേരും ഒന്നായല്ലോ, ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ പാർവതി സംസാരിക്കുമ്പോൾ ഒപ്പം തന്നെ പ്രിയനും കൂടി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പാർവതി സ്പീക്കറിലിട്ടിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ മോഹനം പറയാണ്, ഇതിന് ചെലവ് വേണമല്ലോ എന്ന് പറയുമ്പോൾ ഗന്ധർവനെ കണ്ടുപിടിച്ച കാര്യം ജയന്തി ചേച്ചിയോടും സൗസോവിനോടും പറയണം. അപ്പോൾ മോഹനൻ പറയണേ, എൻ്റെ അടുത്ത് തന്നെ അവരുണ്ട്, ഞാൻ അവർക്ക് ഫോൺ കൊടുക്കാം. വേണ്ട, അവരോട് ഞാൻ കണ്ടുപിടിച്ച കാര്യം ഒന്നും പറയണ്ട, പ്രിയഞ്ചേട്ടനാണെന്നുള്ള കാര്യം പറയണ്ട, അവരോട് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞാൽ മതി. ഞാൻ ഗന്ധർവനെ കണ്ടുപിടിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. പിന്നീട് പാർവതി ജെനിഫറിനും മീരയ്ക്കും വിളിക്കുകയാണ്. എന്നിട്ട് അവരോട് ഇന്ന റെസ്റ്റോറൻറ്റിലേക്ക് വരണമെന്ന് പറയണേ, ഞാൻ ഗന്ധർവനെ കണ്ടുപിടിച്ചു, നമുക്കെല്ലാവർക്കും ഗന്ധർവനെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ ജെനിഫറിൻ്റെ അടുത്തേക്ക് വന്ന് മീര പറയാണ്, പാർവതി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഗന്ധർവനെ കണ്ടുപിടിച്ചു എന്നാണ് പറഞ്ഞത്, നമുക്ക് എത്രയും പെട്ടെന്ന് പാർവതിയുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ ജെനിഫർ പറയണേ, എങ്കിൽ കൈലാഷ് സാറിനെ ഇപ്പം തന്നെ വിളിക്കണം, നമ്മളോട് അന്ന് പറഞ്ഞതല്ലേ ഗന്ധർവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അപ്പം തന്നെ അറിയിക്കണമെന്ന്, അതുകൊണ്ട് നമുക്ക് ഗന്ധർവനെ പാർവതി കണ്ടുപിടിച്ച കാര്യം കൈലാഷ് സാറിനെ വിളിച്ച് പറയാം. അപ്പോൾ മീര പറയണേ, എങ്കിൽ നമുക്ക് പോകുന്ന വഴിയിൽ വെച്ച് വിളിക്കാം, നീ ഇപ്പോൾ തൽക്കാലം പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അങ്ങ് പോവാട്ടോ. പിന്നീട് മുക്ത എല്ലാ കാര്യങ്ങളും ഡയാനയോടും അവന്തികയോടും പറയാണ്. അങ്ങനെ കൈലാഷ് ഇപ്പോൾ എന്നെ നല്ല വെറുത്തിട്ടുണ്ട്, ഇനി അവൻ്റെ മുന്നിൽ ചെല്ലരുത് എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറയുന്നതിനനുസരിച്ച് പാർവതിയുടെ എല്ലാ കാര്യത്തിനും കൈലാഷ് എന്നോടൊപ്പം നിൽക്കുകയായിരുന്നു. ഗന്ധർവനാണ് പ്രിയൻ എന്ന് പറഞ്ഞ് കൈലാഷ് പാർവതിയെയും പ്രിയനെയൊക്കെ അകറ്റി നിർത്തുകയായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ ഡയാന പറയണേ, എങ്കിൽ ഒരു സോറി വിളിച്ച് പറഞ്ഞേക്ക്, അതോടുകൂടി കൈലാഷ് സാർ ക്ഷമിച്ചോളും. നീ എന്ത് വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്? എങ്കിൽ നീ ഫോൺ വിളിച്ചൊന്ന് സംസാരിക്കേ. ഇതിനൊക്കെ കാരണം സീതാൻറ്റി പറഞ്ഞിട്ടാണ്, ഞാൻ ഇതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല, സീതാൻറ്റി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കൈലാഷിൻ്റെ അടുത്ത് സെൻറ്റിമെൻറ്റ്സ് ഇറക്കി നോക്ക്, ചിലപ്പോൾ കൈലാഷ് നിന്നോട് ക്ഷമിച്ചേക്കും. എന്നാൽ ഇപ്പം തന്നെ ഞാൻ കൈലാഷിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് മുക്ത കൈലാഷിനെ വിളിക്കാൻ ഒരുങ്ങണം. ഈ സമയം മീരയും ജെനിഫറും പാർവതി പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ കൈലാഷിനെ വിളിക്കാട്ടോ. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണേ, പാർവതി ഗന്ധർവനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങളോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു, കൈലാഷ് സാർ ഞങ്ങളോട് പറഞ്ഞതല്ലേ, അപ്പോൾ സാറ് കൂടി അവിടേക്ക് വരണം. അപ്പോൾ കൈലാഷ് പറയണേ, നിങ്ങൾ രണ്ടുപേരും എന്തായാലും അവിടേക്ക് പോയി. എന്നിട്ട് പാർവതി ഗന്ധർവനെ നിങ്ങളെ കാണിച്ചു തരുന്ന ആ സമയം തന്നെ, ആ കൃത്യസമയത്ത് എന്നെ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് മിസ് കോൾ ഇട്ടാൽ മതി, ഞാൻ അവരുടെ അടുത്തേക്ക് വന്നോളാം. ആരാണ് ആ ഗന്ധർവം എന്നുള്ളത് ഞാനൊന്ന് കാണട്ടെ, അവനുള്ളത് ഞാൻ കണക്കിന് കൊടുത്തോണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ കൈലാഷും മീരയുടെയും ജെനിഫറിൻ്റെയും പുറകെ തന്നെ കാർ എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ മീരയും ജെനിഫറും റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ പാർവതി നിൽക്കുന്നത്. അപ്പോഴത്തേക്കും പാർവതി പറഞ്ഞ പ്രകാരം ജയന്തിയും സൗസവും മോഹനും എത്തിയിട്ടുണ്ടാവും.
ഉണ്ടാവും. അപ്പോൾ പാർവതി കേക്കുമായിട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ സൗസു പറയണേ, പാർവതി നീ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, എങ്കിൽ ഇപ്പം തന്നെ നമുക്ക് മുറിക്കാം. നീ ധൃതി വെക്കാതെ, ഞാൻ നിങ്ങളോട് ഗന്ധർവനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ ഗന്ധർവൻ വന്നിട്ട് നമുക്ക് മുറിക്കാം. എന്നാൽ നിൻ്റെ ഗന്ധർവനെ വിളിച്ചുകൂട്. അപ്പോൾ ഗന്ധർവനെ നീ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഒക്കെയുണ്ട്, ഞങ്ങളെന്തായാലും നിന്നോട് വിശദമായിട്ട് തന്നെ പറയാം. അപ്പോൾ മോഹനൻ ജയന്തിയോടും സൗസുവിനോടും ഗന്ധർവൻ ആരാണെന്നുള്ളത് അറിയാത്ത ഭാവത്തിലാണ് സംസാരിക്കുന്നതൊക്കെ കേട്ടോ. അപ്പോഴത്തേക്കും മീരയും ജെന്നിഫറും അവിടേക്ക് വരികയാണ്. അഭിലാഷ് അവർ പറഞ്ഞ പ്രകാരം തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ജെന്നിഫറിൻ്റെ ഫോണിലേക്ക് വിളിച്ച് പറയണേ, ഞാനും ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾ ഗന്ധർവനെ കണ്ട ഉടനെ തന്നെ എനിക്കൊന്ന് മിസ് കോൾ ഇട്ടാൽ മതി എന്ന് പറയട്ടോ. അങ്ങനെ ഫോൺ വെച്ച് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ പാർവതി ഗന്ധർവനെ കുറിച്ച് പറയുകയാണ്, എങ്കിൽ നിൻ്റെ ഗന്ധർവനെ ഒന്ന് വിളിക്ക്, ഞങ്ങൾ കാണട്ടെ. അപ്പോൾ ഗന്ധർവനെ വിളിക്കാൻ വേണ്ടി പാർവതി ഒരുങ്ങുകയാണ് കേട്ടോ. ആ സമയത്താണ് കൈലാഷിൻ്റെ ഫോണിലേക്ക് മുക്ത വിളിക്കുന്നത്. എന്നിട്ട് മുക്തയുടെ കോൾ ആണെന്നുള്ളത് കാണാതെയാണ് കൈലാഷ് വിളിക്കുന്നത്. അപ്പോൾ ഹലോ ആരാണെന്ന് ചോദിക്കുമ്പോൾ, കൈലാഷ് നീ എന്നെ അത്രയ്ക്ക് വെറുത്തോ? എൻ്റെ നമ്പർ പോലും നീ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ? ഞാൻ ബ്ലൂടൂത്തിലാണ് സംസാരിച്ചത്, നിൻ്റെ നമ്പർ ഞാൻ ശ്രദ്ധിച്ചില്ല. നീയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കുക പോലും ചെയ്തിരുന്നില്ല. നീ എന്തിനാണാവോ ഇപ്പോൾ എനിക്ക് വിളിച്ചത്? ഞാൻ പറയുന്നതൊന്ന് കൈലാഷ് നീ കേൾക്കണം. ഞാനൊന്നും അറിഞ്ഞതല്ല, സീതാൻറ്റി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. വെറുക്കല്ലേ കൈലാഷ്, ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുകയാണ് കൈലാഷിനോട്. പക്ഷേ കൈലാഷ് നല്ല ദേഷ്യത്തിലാണ് മുക്തയോട് സംസാരിക്കുന്നത്. എനിക്ക് നിന്നോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കാണ്. അപ്പോൾ കൈലാഷ് ആണെങ്കിലോ ഗന്ധർവനെ കുറിച്ചുള്ള ശല്യം ഒന്ന് തീർന്നതായിരുന്നു. ഇപ്പോൾ വീണ്ടും ഗന്ധർവൻ വീണ്ടും പൊങ്ങി വന്നു. ഇനിയിപ്പോൾ അവൻ്റെ അവസാനമാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ കൈലാഷ് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ടാവുക. അങ്ങനെ പാർവതി പ്രിയനെ വിളിക്കാൻ വേണ്ടി ഗന്ധർവ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും ജെന്നിഫർ ആരും അറിയാതെ കൈലാഷിനെ വിളിക്കുന്നുണ്ട്. ഗന്ധർവനെ പാർവതി ഇപ്പം തന്നെ വിളിക്കുന്നുണ്ട്. കൈലാഷ് സാർ പെട്ടെന്ന് ഇവിടേക്ക് കയറി വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഗന്ധർവനെ പെട്ടെന്ന് കണ്ടതോടുകൂടി മീര അങ്ങ് ഞെട്ടിപ്പോവാണ് പ്രിയനെ കണ്ടതോടുകൂടി. അപ്പോൾ പ്രിയൻ ചേട്ടനായിരുന്നോ ഗന്ധർവൻ? ഞങ്ങൾക്ക് വിഡ്ഢിത്തരം പറ്റിയല്ലോ. ഇനിയിപ്പോൾ കൈലാഷ് സാർ ഇങ്ങോട്ട് വന്നാൽ എല്ലാ പ്രശ്നവും അതോടുകൂടി വീണ്ടും തുടങ്ങുമല്ലോ എന്നൊക്കെ സ്വയം മനസ്സിൽ പറയുകയാണ് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ടാക്കാണ്. അപ്പോൾ കൈലാഷ് ഇതെന്ത് പറ്റി? ജെന്നിഫർ എന്താവും പെട്ടെന്ന് ഫോൺ കട്ടാക്കിയത്? ഗന്ധർവൻ ആരാണെന്നുള്ളത് പറഞ്ഞില്ലല്ലോ, ഗന്ധർവൻ വന്നോ എന്നൊന്നും പറഞ്ഞില്ലല്ലോ, എന്തായിരിക്കും പെട്ടെന്ന് ജെന്നിഫർ കട്ടാക്കിയത് എന്നൊക്കെ ചിന്തിക്കാൻ കേട്ടോ സ്വയം കൈലാഷ്. എന്നിട്ട് കൈലാഷ് ഇനിയിപ്പോൾ അകത്ത് കയറി പോയാലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകുമോ, എന്താണെങ്കിലും ഒന്ന് അകത്ത് കയറി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് കയറി വരികയാണ്. അപ്പോൾ ഈ സമയം പ്രിയനടുത്തേക്ക് വരുന്ന സമയത്ത് ഇവരൊക്കെ അതിശയിച്ച് നിൽക്കുകയാണ്, ജയന്തിയും സൗസവും ജെന്നിഫറും മീരയും ഒക്കെ. അപ്പോൾ പെട്ടെന്ന് ജെന്നിഫർ പറയണേ, ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റി എന്ന് പറയട്ടെ. അപ്പോൾ എന്ത് പറ്റിയെന്ന് അല്ല, ഞങ്ങൾ കൈലാഷ് സാറിനെ വിളിച്ചിരുന്നു. ഗന്ധർവനെ കുറിച്ച് പാർവതി വിളിച്ചു പറഞ്ഞപ്പോൾ ഗന്ധർവൻ്റെ പേരിൽ പാർവതിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതല്ലേ. അപ്പോൾ ഇനി വീണ്ടും ഇവിടെ ആരെങ്കിലും വന്ന് പാർവതിയെ പറ്റിക്കുകയാണോ എന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങളോട് കൈലാഷ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗന്ധർവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. നന്ദൻ്റെ പോലെ ഒരു പ്രശ്നത്തിൽ ഇനി ഒരിക്കലും പാർവതി പോയി ചാടരുത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് കൈലാഷ് സാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് പാർവതി ഗന്ധർവനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സാറിനോട് ഇക്കാര്യം പറഞ്ഞത്. അതോ കേട്ടതോടുകൂടി പാർവതിയും പ്രിയനങ്ങ് ഞെട്ടിപ്പോണി. എന്താ നിങ്ങളീ പറഞ്ഞത്? അതെ, കൈലാഷ് സാർ പുറത്തുണ്ട്, ഗന്ധർവൻ ആരാണെന്നുള്ളതും ഗന്ധർവ ഇവിടേക്ക് വന്നാൽ ഞങ്ങളോട് അപ്പം തന്നെ വിളിക്കാനും പറഞ്ഞതാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കൈലാഷ് സാർ ഇവിടേക്ക് കയറി വരുമല്ലോ, പ്രിയൻചേട്ടനെ കണ്ടാൽ ഇനിയിപ്പോൾ കൂടുതൽ പ്രശ്നമാവില്ലേ? അപ്പോൾ മീര പറയുന്നത്, പ്രശ്നമാവില്ല, പ്രിയൻചേട്ടനെ കൈലാഷ് സാറിന് അറിയുന്നതല്ലേ. അപ്പോൾ പാർവതി സ്നേഹിക്കുന്ന ഗന്ധർവൻ പ്രിയൻചേട്ടനാണെന്ന് കാണുമ്പോൾ കൈലാഷ് സാറിന് ഒരുപാട് സന്തോഷമാവില്ലേ ഉള്ളൂ എന്ന് ജെന്നിഫർ പറയുമ്പോൾ മോഹനൻ പറഞ്ഞു, ഇല്ല ഒരിക്കലും സന്തോഷമാവില്ല, കൈലാഷ് സാറിന് ദേഷ്യമാണ് വരിക. അതെന്താ അങ്ങനെ പറഞ്ഞത് മോഹൻ ചേട്ടൻ? അതിന് കാരണമുണ്ട്, കൈലാഷ് സാറും പാർവതിയെ സ്നേഹിക്കുന്നുണ്ട്. അത് കേട്ടതോടുകൂടി ജയന്തിയും സൗസവും ജെന്നിഫറും മീരയൊക്കെ അങ്ങ് ഞെട്ടിപ്പോണ്. എന്താണ് പറഞ്ഞത്? പ്രിയം പറയണ, അതെ ഞാൻ പറഞ്ഞത് ശരിയാണ്, കൈലാഷ് സാർ പാർവതിയെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങളെ ഇവിടെ കണ്ട് ഉറപ്പായും കൈലാഷ് സാറിന് ദേഷ്യം വരും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതാ കൈലാഷ് സാർ ഇവിടേക്ക് വരുന്നുണ്ടല്ലോ എന്ന് സൗസോ പറയട്ടോ. എങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ പറഞ്ഞാൽ മതി എന്ന് പറയട്ടോ. അങ്ങനെ മീരയും ജെന്നിഫറും കൈലാഷിൻ്റെ അടുത്തേക്ക് പോവാണ് പ്രിയം പറഞ്ഞതുപോലെ പറയാൻ വേണ്ടി. അപ്പോൾ കൈലാഷ് ജെന്നിഫറിനെയും മീരയും കണ്ടപ്പോൾ എന്ത് പറ്റി, പെട്ടെന്ന് എന്താ ഫോൺ കട്ടാക്കിയത്? ഗന്ധർവൻ വന്നോ? പാർവതി ആരാണ് ഗന്ധർവൻ എന്ന് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കും. അത് പിന്നെ കൈലാഷ് സാർ ഗന്ധർവൻ പറഞ്ഞ ഒരാളൊന്നുമില്ല, അത് പാർവതി ഞങ്ങളെ വെറുതെ പറ്റിച്ചതാണ്. ഇനി ഒരിക്കലും ഗന്ധർവനെ കുറിച്ച് ചിന്തിക്കുകയോ ഞാൻ പറയുകയോ
ആലോചിക്കുകയോ ഒന്നുമില്ല. ഗന്ധർവൻ വെറും വ്യാജമാണ്. ഗന്ധർവൻ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളായിരുന്നു. എനിക്കിനി ഗന്ധർവൻ ശരിക്ക് വന്നാലും എനിക്കിനി അയാളെ കാണണ്ട. അതുകൊണ്ട് ഞാൻ അക്കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഇവിടേക്ക് വരാൻ പറഞ്ഞത് എന്നൊക്കെയാണ് പാർവതി പറഞ്ഞത്. സാറിനെ വെറുതെ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുമ്പോൾ കൈലാഷിന് ഒരുപാട് സന്തോഷമാവേണ്ട. അത് കേൾക്കുമ്പോൾ പാർവതി സത്യമായിട്ടും അങ്ങനെ പറഞ്ഞു. ഇനി ഗന്ധർവനെ കുറിച്ച് പാർവതി ചിന്തിക്കില്ല എന്ന് പറഞ്ഞു. ഗന്ധർവൻ അഥവാ വന്നാൽ പോലും പാർവതി ഇനി ആരാണെന്നുള്ളത് എനിക്ക് കാണണ്ട എന്നൊക്കെ പറഞ്ഞു. അത് സത്യമാണോ എന്നൊക്കെ കൈലാഷ് ചോദിക്കുമ്പോൾ മീരയും ജെന്നിഫറും പറയുന്നത് സത്യമാണ് സാർ, ഞങ്ങളോട് പറഞ്ഞതാണ്. എങ്കിൽ എനിക്ക് പാർവതിയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുമ്പോൾ മീര ചോദിക്കാൻ ഇപ്പം തന്നെ പറയാനുണ്ട്. ഇപ്പോഴല്ല, ഇപ്പം നിങ്ങൾ ഏതായാലും കുറേ ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ ഫ്രണ്ട്സുകൾ ഒരുമിച്ച് കണ്ടുമുട്ടിയതല്ലേ, നിങ്ങൾ സന്തോഷത്തോടു കൂടി നിങ്ങൾ ഇവിടെ റെസ്റ്റോറൻറ്റിലിരുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ഒരുമിച്ച് പോയാൽ മതി. ഞാനെന്തായാലും നിങ്ങളുടെ ഇടയിൽ വന്ന് ശല്യപ്പെടുത്തുന്നില്ല. ഞാൻ പാർവതിയോട് പറയാനുള്ള കാര്യം മറ്റൊരു ദിവസം പറഞ്ഞോളാം എന്നും പറഞ്ഞ് കൈലാഷ് റെസ്റ്റോറൻറ്റിൽ നിന്ന് അങ്ങ് പോവട്ടെ. അങ്ങനെ കൈലാഷ് പോകുന്നത് പ്രിയനും സൗസവും ജയന്തിയും പാർവതിയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് മീരയും ജെന്നിഫറും അവരുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് അവർ സന്തോഷത്തോടു കൂടി പാർവതിയും പ്രിയനും കൂടി കേക്ക് മുറിക്കുകയാണ്. എന്നിട്ട് എല്ലാവരുടെയും വായിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് പ്രിയനോട് എല്ലാവരും കൂടി ചോദ്യം ചെയ്യുകയാണ്, ഗന്ധർവന്റെ പേരിൽ എന്തിനാണ് പ്രിയൻ ചേട്ടൻ ഇത്രയും ദിവസം മറഞ്ഞു നിന്നത്? പാർവതി എന്തുമാത്രം ബുദ്ധിമുട്ടിയതാണ്? നന്ദൻ വന്ന് പ്രശ്നമുണ്ടാക്കിയതും ഒക്കെ എന്തുമാത്രം ഉണ്ടായതാണ്? എന്നിട്ട് എന്തുകൊണ്ടാണ് പ്രിയൻ ചേട്ടൻ ആ സമയത്ത് മിണ്ടാതെ മറഞ്ഞു നിന്നത് എന്നൊക്കെ എല്ലാവരും ചോദിക്കട്ടെ. അപ്പോൾ പാർവതി പറയണം, അങ്ങനെ ചോദിക്ക്, എന്തിനായിരുന്നാണാവോ ഇത്രയും ദിവസം മറച്ചു വെച്ചത് എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞ് പാർവതി അവരോട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാട്ടോ. അപ്പോൾ പ്രിയൻ പറയണേ, എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു. ആ സമയത്ത് എനിക്ക് പാർവതിയുടെ മുന്നിൽ വരാനുള്ള ധൈര്യമില്ലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി റെസ്റ്റോറൻറ്റിൽ കുറച്ച് നേരം ഇരുന്ന് ചെലവഴിച്ച ശേഷമാണ് പ്രിയനും പാർവതിയും നേരെ വീട്ടിലേക്ക് പോകുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.